ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മാക്സ് ബീർബോം എഴുതിയ ഗോയിങ് ഔട്ട് ഫോർ എ വാക്ക് എന്ന ഉപന്യാസമാണ്. പേര് കേൾക്കുമ്പോൾ ഇതൊരു നല്ല വ്യായാമത്തെക്കുറിച്ചാണെന്ന് തോന്നുമെങ്കിലും സത്യത്തിൽ ഇതിന്റെ ആശയം നേരെ മറിച്ചാണ്. ഈ ഉപന്യാസം എഴുതിയ ആൾക്ക് നടക്കാൻ പോവുക എന്നത് തീരെ ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. അദ്ദേഹം പറയുന്നു, താൻ സ്വന്തമായി ഒരിക്കൽ പോലും നടക്കാൻ പോയിട്ടില്ല. മറ്റുള്ളവർ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുപോയപ്പോഴാണ് അദ്ദേഹം നടന്നിട്ടുള്ളത്. ചെറിയ കുട്ടിയായിരുന്നപ്പോൾ പോലും തന്റെ നഴ്സിന്റെ കൂടെ നടക്കുമ്പോൾ ഒരു വണ്ടിയിലിരുന്ന് യാത്ര ചെയ്തിരുന്ന പഴയ കാലത്തെയാണ് അദ്ദേഹം ഓർക്കുന്നത്. ലണ്ടനിലെ തിരക്കും ശബ്ദവും പുകനിറഞ്ഞ അന്തരീക്ഷവുമെല്ലാം അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു. കാരണം അവിടെ ആരും അദ്ദേഹത്തോട് നടക്കാൻ പോകാൻ ആവശ്യപ്പെടില്ലായിരുന്നു. ഗ്രാമപ്രദേശങ്ങളിൽ പോകുമ്പോൾ അദ്ദേഹത്തിന് എപ്പോഴും ഒരു പേടിയുണ്ടായിരുന്നു. മഴ പെയ്യുന്നില്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ നമുക്ക് നടക്കാൻ പോകാം എന്ന് പറഞ്ഞേക്കാം എന്നതായിരുന്നു ആ പേടി. നടക്കുന്നതൊരു നല്ല കാര്യമാണെന്ന് ആളുകൾ കരുതുന്നു. അതുകൊണ്ട് കസേരയിലിരുന്ന് വായിക്കുന്ന ഒരാളെ നടാൻ കൂട്ടിക്കൊണ്ടുപോകാൻ അവർക്ക് അവകാശമുണ്ടെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ആരെങ്കിലും നിർബന്ധിച്ചാൽ ഒഴിഞ്ഞുമാറാൻ അദ്ദേഹം ഒരു കള്ളം പറയും, എനിക്ക് കുറച്ച് കത്തുകൾ എഴുതാനുണ്ട് എന്ന്. എന്നാൽ ഈ ഒഴിവുകഴിവ് അത്ര ഫലപ്രദമല്ലെന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. ഒന്നാമതായി, ആരും അത് വിശ്വസിക്കില്ല. രണ്ടാമതായി, കള്ളം പറഞ്ഞതുകൊണ്ട് സത്യത്തിൽ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് കത്തെഴുതാനിരിക്കേണ്ടി വരും. അവർ പോകുന്നതുവരെ അവിടെ ഇരിക്കുകയും വേണം. മൂന്നാമതായി, ഞായറാഴ്ചകളിൽ ഈ ഒഴിവുകഴിവ് പറയാൻ പറ്റില്ല. കാരണം അന്ന് വൈകുന്നേരമേ തപാൽ സേവനം ഉണ്ടാവുകയുള്ളൂ. നടക്കാൻ പോകുമ്പോൾ തലച്ചോറിന്റെ പ്രവർത്തനം നിലച്ചുപോകുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ പ്രധാന വാദം. പലരും നടക്കുമ്പോൾ തങ്ങളുടെ തലച്ചോറ് കൂടുതൽ നന്നായി പ്രവർത്തിക്കുമെന്ന് പറയാറുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ അനുഭവം നേരെ മറിച്ചാണ്. നടക്കാൻ പോകുന്ന ഒരു വ്യക്തിയുടെ ആശയങ്ങളും അറിവും ഭാവനയുമെല്ലാം പെട്ടെന്നില്ലാതാകുമെന്ന് അദ്ദേഹം നിരീക്ഷിക്കുന്നു. ഉദാഹരണത്തിന്, കൂടെ നടക്കുന്നയാൾ ഒരേ കാര്യങ്ങൾ തന്നെ ആവർത്തിച്ചു പറയുകയും അതുപോലെ വഴിയിൽ കാണുന്ന ബോർഡുകളിലെ എഴുത്തുകൾ ഉളക്കെ വായിക്കുകയും ചെയ്യുന്നു. ഇത് ആ വ്യക്തിയുടെ മാനസികനില തകർന്നുപോയതുപോലെയാണെന്ന് അദ്ദേഹം തമാശയായി പറയുന്നു. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ നടക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് യുക്തിയല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലുള്ള ആത്മാവാണ്. നടക്കുന്നത് ഉന്നതവും മഹത്തായമായ സ്വഭാവത്തിന്റെ സൂചനയാണെന്ന് ആത്മാവ് വിശ്വസിക്കുന്നു. എന്നാൽ തലച്ചോർ ഇതിനെ വെറും വിഡ്ഢിത്തമെന്ന് വിളിച്ച് ഇതിൽ പങ്കെടുക്കാൻ വിസമ്മതിക്കുന്നു. നടക്കുന്ന സമയത്ത് തലച്ചോർ ഉറങ്ങിപ്പോകുമെന്നും ശരീരം തിരിച്ച് വീട്ടിലെത്തിയാൽ മാത്രമേ ഉണരുകയുള്ളൂ എന്നും അദ്ദേഹം പറയുന്നു. അവസാനമായി അദ്ദേഹം പറയുന്നത്, താൻ വ്യായാമം ചെയ്യുന്നതിനെ എതിർക്കുന്ന ഒരാളല്ലെന്നാണ്. മിതമായ അളവിൽ വ്യായാമം ചെയ്യുന്നത് ആരോഗ്യത്തിന് നല്ലതാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. എന്നിരുന്നാലും ആരെയും കാണാൻ പോകേണ്ടതില്ലാത്ത ഒരു സമയം വരെ താൻ ഒരിക്കലും നടക്കാൻ പോകില്ലെന്ന് അദ്ദേഹം ഉറച്ചു പറയുന്നു. ഇതാണ് ഗോയിങ് ഔട്ട് ഫോർ എ വാക്ക് എന്ന ഉപന്യാസത്തിന്റെ ചുരുക്കം. നിങ്ങൾക്കെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം.